പാലക്കാട്ടെ KPM റിജൻസി ഹോട്ടലിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് ഇന്ന് പുലർച്ചെ കസ്റ്റഡിയെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ഹോട്ടലിലെത്തിയ പോലീസ് സംഘം 2002 നമ്പർ റൂമിലെത്തിയാണ് രാഹുലിനെ പിടികൂടുന്നത്. 2 ദിവസം മുൻപാണ് പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ പാലക്കാട്ടെത്തിയത്. നൂറണി ഗ്രാമത്തിലെ ഒരു പരിപാടിക്കാണ് എത്തിയത്. അതിനുശേഷം KPMലെ ഈ 2002 നമ്പർ മുറിയിൽ താമസിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഇവിടേക്ക് പോലീസ് സംഘം DYSP മുരളിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നു. അതായത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ ആണ് തങ്ങൾ പോകുന്നതെന്ന് അറിയുമായിരുന്നുള്ളൂ. ഒന്ന് DYSP ആയിട്ടുള്ള മുരളി, പിന്നീട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് പാലക്കാട് SP. അവർ ഈ 2002 എന്ന് പറയുന്ന ഈ മുറിയിലേക്ക് DYSPയുടെ നേതൃത്വത്തിലേക്കുള്ള സംഘം എത്തുന്നു. അവിടേക്ക് എത്തി. അവർ ഇവിടേക്ക് എത്തുന്നത് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ്. അടിയിലുള്ള റിസപ്ഷനിലുള്ള ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങുന്നു. അതിനുശേഷം ആണ് അവർ ഇവിടേക്ക് എത്തുന്നു. ഒരു തരത്തിലും രാഹുലിന് വിവരം പോകരുതെന്ന നിർബന്ധം പോലീസിനുണ്ടായിരുന്നു. പ്രത്യേക സംഘം രാഹുലിനെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുകയും രാഹുലിനെ തങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ രാഹുൽ ഇതിന് വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങാതെ നിൽക്കുമ്പോൾ ഒരു കയ്യാങ്കളിക്ക് മുതിരരുത്, ബലപ്രയോഗത്തിന് നിൽക്കരുത്, നിങ്ങളൊരു MLA ആണ്, സഹകരിക്കണമെന്നുള്ളത് DYSP ആവശ്യപ്പെടുകയും അങ്ങനെ രാഹുൽ അതിനെ സഹകരിച്ച് പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാഹുലിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണുന്നത് കസ്റ്റഡിയിലെടുത്ത് ഈ വഴി രാഹുലിനെയും കൊണ്ട് ഈ സംഘം പോകുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ പോലീസ് സംഘത്തിന് മുന്നിൽ അനുസരണയുള്ള ഒരു നല്ല ഇടയനെ പോലെ ഇങ്ങനെ രാഹുൽ പോവുകയാണ്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം രാഹുൽ വഴങ്ങുകയും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വഴങ്ങി അറസ്റ്റിനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാഹുൽ ഈ വഴി ഈ KPM ഹോട്ടലിൻ്റെ വഴിയിലൂടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജീപ്പ് ഹോട്ടലിന് പുറത്താണ് ഉണ്ടായിരുന്നത്. ആ പുറത്തേക്ക് പോയി അവിടെ വെച്ച് ആ വാഹനത്തിൽ കയറ്റി രാഹുലിനെ നേരെ പിന്നീട് കൊണ്ടുപോയത് പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ്. മൽഘോഷ് C മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. രാഹുലിനെതിരായ കേസ്, വേഗത്തിലുള്ള രഹസ്യാത്മകമായ അറസ്റ്റ്, അവയെല്ലാം സ്വാഭാവികമായും രാഷ്ട്രീയമായി LDFന് ഗുണം ചെയ്യും. കോൺഗ്രസിനെ UDFനെ അല്പം പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം VT കുഞ്ഞുമുഹമ്മദിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ചാനലുകൾ ചോദിക്കുന്നു. മുകേഷ് കേസിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം വരുന്നു. വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട 3 കേസുകളുടെയും വിശദാംശങ്ങൾ വരുമ്പോൾ അതിഗൗരവതരമാണ്. അക്കാര്യത്തിൽ പ്രതിരോധം ഇതുവരെയും രാഹുലിന്റെ അഭിഭാഷകരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല.